ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചിരുന്ന വീഡിയോയാണ്. ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്തായാലും ഇത് ഞങ്ങൾ ജിംറൂഡിയുടെ സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോയതാണ്. PTA മീറ്റിങ്ങിന് പോയി അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഉഴുന്നുവടയും ചായയൊക്കെ കിട്ടി. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. കുഞ്ഞാക്കും ജിംറൂട്ടിക്ക് പിന്നെ ആഹാരത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അതൊക്കെ പിടിച്ച് കറങ്ങി അടിച്ചത് വഴി നടപ്പുണ്ടേ. വാവയാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ ഓടി നടക്കുമായിരുന്നു കേട്ടോ. മുന്നോട്ടങ്ങ് ഓടുമായിരുന്നു. ഞങ്ങൾ ഏറ്റവും പുറകിലായിരുന്നത്. കാരണം ഞങ്ങൾക്കറിയാം വാവച്ചൻ ഇങ്ങനെ ഓടി നടക്കുമെന്നൊക്കെ. അപ്പം ചായയൊക്കെ വന്ന് നോക്കുവാണ് ആൾ. ഭയങ്കര മഴയായിരുന്നു. വെളിയിലാണെങ്കിൽ അതിശക്തമായ ആയിരുന്നു. പെണ്ണിൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞ് കുതിർന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പെണ്ണിനാണെങ്കിൽ കട്ടറൊക്കെ മൂർച്ചയില്ലാതായി പോയായിരുന്നു. അപ്പം കുറച്ച് റബ്ബറും ഒക്കെ മേടിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നടക്കുക കേട്ടോ. ഒരാൾക്ക് കട്ടർ നോക്കിയിട്ടും ഓരോന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. കളിപ്പാട്ടത്തിൻ്റെ ഷേപ്പൊക്കെയുള്ള പൂച്ചയുടെയും അങ്ങനെയൊക്കെയുള്ള ഷേപ്പൊക്കെയുള്ള കട്ടറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു കട്ടർ എടുത്തു. അതുകൊണ്ട് പോവാം കേട്ടോ. കുറേ നേരം ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. അപ്പം ആദ്യം തന്നെ ജിംറൂട്ടി ഒരു കളിപ്പാട്ടം എടുത്തായിരുന്നു. അത് കുറേ നാളെ ഞാൻ പറഞ്ഞില്ലേ സ്കൂബിഡേയുടെ ഒപ്പം കിട്ടുന്നത്. അത് സ്കൂബിഡേയുടെ ബാഗ് അതിന് വേണ്ടി തിരഞ്ഞ് ബാഗ് കിട്ടിയില്ല. അപ്പം ഇവിടെ ഇത് കണ്ടുപിടിച്ചു. എന്തായാലും ആ കളിപ്പാട്ടം യെല്ലോ കളറിലെ എടുത്തു. പിന്നെ വാവയ്ക്കൊരു സോപ്പ്. അങ്ങനെ തുമ്മലേ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവാം കേട്ടോ. നോക്കട്ടെ ഇനി എന്തൊക്കെ വേണമെന്ന് നോക്കട്ടെ. അവർ രണ്ടുപേരും മുന്നേ പോയി, ഞങ്ങൾ പുറകിലായിപ്പോയി കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെ അവിടെ തിരയുന്നതെന്നൊന്ന് നോക്കട്ടെ. ഇവിടെ ഇപ്പം വാവച്ചിപ്പെണ്ണാണെങ്കിൽ ചവിട്ടിയൊക്കെ നോക്കുന്നുണ്ട്. ചവിട്ടി നല്ല സൂപ്പർ ചവിട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല റേറ്റുമാണ്. എന്തായാലും കുറേ ചവിട്ടി ഞാൻ മേടിച്ച് സ്റ്റോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ചവിട്ടിയോട് വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ. എവിടെ പോയാലും ചവിട്ടി മേടിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാധനം ഞാൻ മേടിക്കാറുണ്ട്. ചവിട്ടി അതെപ്പോഴും എക്സ്ട്രാ ചവിട്ടി എൻ്റെ കയ്യിൽ കാണുമേ. അപ്പോൾ അങ്ങനെ ചവിട്ടിക്കഥ. ഇനി സ്നഗ്ഗി മേടിക്കണം. സ്നഗ്ഗി ഞങ്ങൾ പാമ്പേഴ്സിനെക്കാട്ടിലും കുറച്ച് വിലക്കുറവായത് കാരണം സ്നഗ്ഗിയല്ലേ അത്, അതാണ് മേടിക്കുന്നത് കേട്ടോ. എന്തായാലും അതും വാങ്ങി. നമ്മളിനി ഇത് കണ്ടോ, കുറേ ബെഡ്ഷീറ്റ് ഓഫർ വിലയിൽ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ബെഡ്ഷീറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടമൊക്കെ കേട്ടോ. അതാ അവിടെയൊക്കെ ഞാനങ്ങ് നിന്നങ്ങ് നോക്കുന്നത്. ഓരോ ബെഡ്ഷീറ്റുവേ ഭയങ്കര ഇഷ്ടം എനിക്ക് ബെഡ്ഷീറ്റ്. ഞാൻ നേരത്തെ മുതൽ ഈ ബെഡ്ഷീറ്റൊക്കെ മേടിച്ച് കൂട്ടുന്ന കൂട്ടത്തിലുള്ളതാണേ. ബെഡ്ഷീറ്റ് അതുപോലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ്, ചവിട്ടികളെ, പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഈ കഴിക്കാനുള്ള സാധനത്തിനെക്കാട്ടും കൂടുതൽ ഞാൻ നോക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പം ഇവിടെ ഒരാൾ റായൊക്കെ വെച്ചത് ശരിയായിട്ടില്ല, പോയി എന്നൊക്കെ മുടി ഉഴപ്പി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വന്ന് എന്നെയും കൊണ്ട് വെപ്പിക്കുക കേട്ടോ. അതെല്ലാം താഴെ ഇടും. കടലാപ്പരിപ്പ് എൻ്റെ സ്ഥിരം സാധനങ്ങൾ. കടലാപ്പരിപ്പ്, പിന്നെ അരി മേടിക്കണം. അരി മൊത്തം തീർന്നായിരുന്നു. അപ്പോൾ അത് മറന്നുപോയി അരിയുടെ കാര്യം. അങ്ങനെ അത്യാവശ്യമായിട്ട് അരിയാണ് വേണ്ടുന്നത്. അരി, സ്നഗ്ഗി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇവിടെ കുറേ സാധനം ഞാൻ നോക്കുവാണ്. ഞാനാണെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ വാവയെ ഏൽപ്പിച്ചിട്ട് ട്രോളി
ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ പാത്രങ്ങളുടെ നടുവിലൂടെ നടക്കുക കേട്ടോ. ഓഫറുകളൊന്നും ഈ വശത്ത് കാണാനില്ല. ഓഫറുകളൊക്കെ ഉള്ളത് അങ്ങ് നമ്മൾ വരുന്ന വഴിയിലേ കാണുവേ. വരാന് ഇതൊക്കെ ഓഫറിലിരിക്കുന്ന പാത്രങ്ങളാണ്, ഓവനിൽ വെക്കാൻ പറ്റിയതേ. അപ്പം ഞാൻ നോക്കുന്നത് ഇവിടെ ഒരാൾ എന്തൊക്കെയോ എന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്, അതെ ഇത് എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ കൂടുതലും മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോരേണ്ടി വരും. അങ്ങനെ ഇവിടെ ഒരു കുട്ടിക്ക് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടിയാന്ന് തോന്നുന്നു. നല്ല കാണാൻ ഭംഗിയുള്ള സോപ്പ് പെട്ടിയാന്ന് തോന്നുന്നത്. എന്നെ കൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്, ഈ സോപ്പ് പെട്ടി എടുക്കട്ടെ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ഇവിടുന്ന് തന്നെ നല്ല ഒരെണ്ണം മേടിച്ചായിരുന്നു, നല്ല കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ദൗത്യം പാത്രങ്ങളുടെയും പാനുകളുടെയും എടുത്തോട്ടാണ്. ഒരു പാൻ വേണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. നല്ലൊരു പാൻ വാങ്ങണം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാനിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ്സൊക്കെ ഇളകിപ്പോയി. അത് കാരണം നല്ലൊരെണ്ണം വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. നോക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ആദ്യം തൊട്ട് ഈ പാൻ കണ്ട ആ സമയം മുതൽ അവിടുന്ന് പോകുന്നിടം വരെ താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആൾക്ക് ഇത് കയ്യിൽ കൊടുക്കണം. കയ്യിൽ കൊടുത്ത് ഈ വീട്ടിലായാലും ഈ ചീനച്ചട്ടിയും പാനും എല്ലാം കൊണ്ട് നടപ്പാ തൊഴിൽ. ഉരുളി, പാത്രങ്ങൾ, അങ്ങനെ എല്ലാ പാത്രങ്ങളും കൊണ്ട് കളിപ്പാട്ടം ഒന്നും വേണ്ട. ആൾക്ക് ഇതുപോലെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ മതി, അതുകൊണ്ട് നടക്കലാണ്. അപ്പം ഇവിടെ ഇത് ഇത്രയും പാൻ കണ്ടപ്പോൾ എല്ലാം താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കയ്യിൽ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് ആ ആടയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാം കൂടെ താന്ന് പറഞ്ഞ് മേടിച്ച് ഏത് കയ്യിൽ കൊടുക്കാനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഫ്രൈ പാനാണ് പറഞ്ഞത്. അപ്പം ശരിക്കും ഫ്രൈ പാന് ഇവിടെ എടുക്കാത്ത ഒരെണ്ണം ഉണ്ട്. അത് കാരണം ഞാനത് മേടിച്ചിട്ടില്ല. എനിക്ക് പാൻ വേണം, ദോശ ചുടാൻ നല്ല പാൻ വേണം. ഇപ്പം തൽക്കാലത്തേക്കിന് നമ്മൾ ഭയങ്കര വിലയുടെ ഒന്നും മേടിക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യത്തേക്കിന് മാത്രമായിട്ട് ഒരു പാൻ ഞാൻ നോക്കുവാണ്. ഇവിടെ ദോശ എപ്പോഴും ജിംബ്രൂട്ടിക്കാണെങ്കിൽ ദോശയാണ് ഇഷ്ടം. അപ്പം ദോശ ചുടുന്നതായതുകൊണ്ട് ദോശ ചുടാൻ നല്ല വലുപ്പമുള്ള എങ്കിൽ വില കുറവുള്ള പാൻ മേടിക്കുക. അങ്ങനെ നോക്കുവാണ്. എന്ത് ഭംഗിയാണെന്നറിയാം, ഓരോ പാൻ കാണുമ്പോഴും കൊതി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കാണുമ്പോൾ ഇതുപോലൊരു കൊതി. ഭയങ്കര ഇഷ്ടമാണ് പാത്രം കാണാനും. അങ്ങനെ ഒരു പാൻ എടുത്തു, നമ്മളെ ഇഷ്ടപ്പെട്ടൊരു പാൻ എടുത്തു. അവിടുത്തെ സെയിൽസ് ബോയ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോന്നിൻ്റെയും വിലയൊക്കെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് എടുത്തു. ചേട്ടൻ പറഞ്ഞത് എടുത്തിട്ട് ആദ്യം കൊണ്ട് കൊടുത്തത് എൻ്റെ ഈ ആടയിലാണ് കൊടുക്കുന്നത്. ആളതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞ് കുറേ നേരെ തുടക്കം മുതൽ താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മുടെ കുട്ടിക്ക് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓറഞ്ച് വാങ്ങി. നമ്മുടെ കുഞ്ഞാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം പാത്രം കൈ കിട്ടി. അപ്പോൾ സമാധാനമായിട്ട് വണ്ടിയിലിരിപ്പുണ്ടേ. ഇനി ഞങ്ങൾക്ക് സാധനങ്ങൾ സമാധാനമായിട്ട് എടുക്കാം. ഈ ആളിവിടെ അടങ്ങിയിരുന്നോളും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനേ, ജിബ്രൂട്ടി ഇട്ടിരിക്കുന്നത് വാവയുടെ ഉടുപ്പാട്ടോ. വാവിപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ ഓവർക്കോട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് മഴ വന്ന് പുള്ളിക്കാരിയുടെ ഉടുപ്പ് മൊത്തം നനഞ്ഞു. ഞാൻ വാവയ്ക്ക് എക്സ്ട്രാ ഡ്രസ്സ് എടുത്തായിരുന്നു, പക്ഷേ ജിബ്രൂട്ടിക്കാണെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് നീളം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വളർച്ച വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാവയുടെ ഉടുപ്പും പിന്നെ പെണ്ണിൻ്റെ തന്നെ കുഞ്ഞിലത്തെ ഉടുപ്പും ഒക്കെ ചേരും ഇപ്പോഴും. ഇപ്പം ചേട്ടനും ജിബ്രൂട്ടി അവിടെ പോയി പച്ചക്കറി എടുക്കാനായിട്ട് പോയി. ഞങ്ങളിവിടെ തന്നെ നിൽക്കുകയാണ്. വാവ അടങ്ങിയിരിക്കുന്നുണ്ട്. കയ്യിൽ പാനുള്ളത് കൊണ്ട് അവർ ഇത് നോക്കിയെടുക്കട്ടെ. ചേട്ടൻ ഇതിൻ്റെ അടുത്ത് വാവയുടെ അടുത്ത് വരുമ്പം പിന്നെ ഞാൻ പോവും എന്തെങ്കിലുമൊക്കെ നോക്കാൻ. കുറച്ച് സാധനം മാത്രമേ. ജിബ്രൂട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള അടുത്ത് വന്നിട്ട് ഈ ഓടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവും ഭയങ്കര സന്തോഷമാണ്. നമ്മളിതിനകത്തോട്ട് പതിയെ ഓരോന്നും നോക്കി നടക്കുമ്പോൾ അറിയത്തില്ല എത്രയും നടന്നു എന്നുള്ളത്. അപ്പം ഒരാടെ കാല് കിഴയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എടുക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഞാൻ വാവ ഒന്നിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്കെടുക്കാൻ പറ്റുന്നില്ല.
ചേട്ടൻ്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് എന്നെ എടുക്കെന്ന്. കുറേ നേരമായിട്ട് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എവിടാന്നറിയത്തില്ല, ഇങ്ങനെ നടന്നു പോവാണ് ഓരോ സാധനം നോക്കി. അപ്പം കാല് കഴിച്ചൊരു പരുവായി. എന്തായാലും ഇങ്ങനത്തെ ട്രോളിയിൽ പിള്ളേരെ ഇരുത്താൻ പറ്റുന്നത് എന്തൊരു ഉപകാരമല്ലേ. ഈ അല്ലേ ലൂപ്പാട് വന്നേനെ ഓരോ അമ്മമാരുടെയും ഒക്കെ എടുത്തുകൊണ്ട് നടന്ന് എത്ര നേരം എടുത്തുകൊണ്ട് നടക്കണം. അപ്പം എന്തായാലും ഇങ്ങനെ ഇരുത്തുന്നത് വളരെ ഉപകാരം. പാവച്ചന് പിന്നെ കുറച്ച് സമാധാനമായി. ആ പാനും പിടിച്ചാൽ സ്റ്റിക്കർ ഇളക്കുക ഒട്ടിക്കുക ഇത് തന്നെ പരിപാടി. അത് കാരണം അവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ അതേ ഇറങ്ങണമെന്നും പറഞ്ഞ് കുറേ ബഹളം വെച്ചായിരുന്നു, താഴെ ഇറങ്ങണമെന്നും പറഞ്ഞ്. താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നിലത്തിടും. ഇപ്പം നമുക്ക് കുറച്ച് പച്ചക്കറി വേണം, ബീൻസും ക്യാരറ്റും കിഴങ്ങും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമേ. അത് നോക്കുവാണ്, അത് പാക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇങ്ങനെ. വാവ ഇപ്പം പെണ്ണിനെ ഉന്തിക്കൊണ്ട് നടക്കുക, തള്ളിക്കൊണ്ട് നടക്കുവാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് ഇപ്പം കാല് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ ആൾ, ഒരാൾക്ക് താഴെ ഇറങ്ങണമെന്നും പറഞ്ഞു ഒരാൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, തന്നെത്താൻ ചെന്ന് പിടിച്ച് തള്ളിക്കൊണ്ട് നടക്കുക, ചേച്ചിയെ തള്ളിക്കൊണ്ട് നടക്കുവാണ് ആള്. ഓട്സൊരു താഴെപ്പോ ചെറുത് മതി, ചെറുത് 90 രൂപയുടെ. പുറത്ത് മഴ നോക്കി അകത്ത് നിൽക്കുന്നുണ്ട്, ഒന്നും അറിയാത്ത നോക്കി. ആ ബാ ബാ ബിസ്ക്കറ്റ് എന്ത് ചെയ്യാ? ബിസ്ക്കറ്റ് ഇവിടെ ദേ ബിസ്ക്കറ്റ് നോക്കിയേ, കൂട്ടനും ബിസ്ക്കറ്റ് നോക്കിയേ, ബിസ്ക്കറ്റ്. വേണ്ട, ബിസ്ക്കറ്റ് എടുത്തില്ല. ഇതിനെ നോക്കാൻ ഒരു ബിസ്ക്കറ്റ്. മോന ഏതാ കുഞ്ഞ് ചോക്കോസ് ചെറുത്? ഇതാണോ? ഇത് മഞ്ചിൻ്റെ ആണല്ലോ, മഞ്ച് ക്രഞ്ച്. ഇത് പിടിച്ചോ, ഇതുകൂടെ നോക്കാം. ഇനി ഏതാ ചോക്കോസ്? ഇത് 10 രൂപയുടെയോ? ബാ പോകാന്ന് പറ. അപ്പോൾ ഞാൻ വാവയും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇരുത്തിയിട്ടുണ്ട്. 2 പേരെയും കൊണ്ട് നടക്കാമെന്ന് കരുതിയേ കുറച്ച് നേരം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ചേട്ടൻ എന്തായാലും സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് വെക്കാൻ പോയി. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ടങ്ങ് വിട്ടേക്കാം. അല്ലേ ഇവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം താഴെ ഇരിക്കും. താഴേന്ന് തിരിച്ചെടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി വീട്ടിൽ പോവാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. ആദ്യം ചോക്കോസ്, അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ്, അത് കഴിഞ്ഞ് മസാലപ്പൊടി, പൊട്ടി കാണിക്കും. അത് കഴിഞ്ഞ് മസാലപ്പൊടി, മസാലപ്പൊടി. അത് കഴിഞ്ഞ്
മാംഗോ ജ്യൂസ്. പൊക്കി കാണിക്കും എനിക്ക് ജ്യൂസ്. ആ കുടിച്ച് കാണിക്കുവാണോ കൊച്ചു കള്ളി? അത് കഴിഞ്ഞ് കളപ്പാട്ടാവും. അതിന്റെ ബോളെന്ത് ചെയ്യും? ചെറിയ ബോള് അവിടെ ഇരിപ്പുണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് 2 കേക്ക് കാണിച്ചു കൊടുത്തേ. അത് കഴിഞ്ഞ് ക്ലിപ്പ്. അത് കഴിഞ്ഞ് ബാറ്ററി. അത് കഴിഞ്ഞ് സ്പ്രേ. കാണിച്ചേ സ്പ്രേ. ഓക്കെ. അത് കഴിഞ്ഞ് ഓട്സ്. അത് കഴിഞ്ഞ് കട്ടർ. അത് കഴിഞ്ഞ് ഇതെന്താ? കിഴങ്ങാടാ അത് കുഞ്ഞ്. ഇത് തക്കാളി മാമി മേടിച്ചു. തക്കാളി. ഇത് ക്യാരറ്റ്. ഇത് സോപ്പ്. വാവയുടെ. ഇത് പുയു. തലയിലേക്ക് എത്തുന്ന. ഇത് കടല. ഓക്കെ. ഇത് റബ്ബർ. 2 റബ്ബർ. ഇത് കട്ടർ. ഇത് റബ്ബർ. പുയു കാണിച്ചു കൊടുത്തത് ശരിക്കും നല്ല പുയു ആണോ? പുയു കാണിച്ചേ. ഇത് പുയു. എനിക്കത് പൊട്ടിച്ച് തരാം. അതൊക്കെ തരാം. പിന്നെന്തോ മേടിച്ചേ? സ്നഗ്ഗി. അവയ്ക്ക് സ്നഗ്ഗി. പിന്നെന്താ മേടിച്ചേ? പാൻ. ഇതിൻ്റെ പേരെന്നാ? പാൻ. ഇതൊരു പാനും മേടിച്ചു. അപ്പം രണ്ടിടെയും കുറേ നാളായിട്ട് പാൻ വേണം. ദോശ ഉണ്ടാക്കാൻ നല്ല പാനാണ്. ഇനി നാളെ ദോശ ഇതിലായിരിക്കും ഉണ്ടാക്കുന്നത്. നാളെ ദോശ മാവിരിപ്പുണ്ട്. പിന്നെ എന്തോ മേടിച്ചേ? അരിയുടെ ഒരു പാക്കറ്റ് മേടിച്ചു. പിന്നെ അരിയുടെ പാക്കറ്റ് മേടിച്ചു. പിന്നെ എന്തൊക്കെ മേടിച്ചേ? അരി പാന്. പൊട്ടിക്കാം. ഇതൊരെണ്ണം വാവയ്ക്ക് വെച്ചേക്കേട്ടാ. അപ്പം പറഞ്ഞേ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ബൈ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. അപ്പൊ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. ടാറ്റ ബൈ ബൈ സീ യു. ടാറ്റ കൊടുക്ക്. ടാറ്റ. തല ചൊറിഞ്ഞ് കാണിക്കുകയാണ്. ബൈ ബൈ. ടാറ്റ ബൈ ബൈ. സീ യു.